ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറക്കാണ്. സ്കൂൾ ഇന്നലെ തുറന്നു. ഇന്നലെ പ്രവേശനോത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയിട്ടില്ലായിരുന്നു, ഏട്ടയാണ് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇന്ന് മുതലാണ് ശരിക്കും ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞാപ്പീനെ പ്ലേ സ്കൂളിലൊക്കെ ചേർത്തെങ്കിലും കുഞ്ഞാമ്പിക്ക് 15-ാം തീയതി കഴിഞ്ഞിട്ട് മുതലാണ് കേട്ടോ ക്ലാസ് ഉള്ളൂ. പിന്നെ അമ്പിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ നേരത്തെ എണീക്കേണ്ട വന്നില്ല. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റത്. ഇന്നലെ ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടുള്ള സമയം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 2 പേരൂടെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും 5 മണിക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും നടപടിയാകത്തില്ല. കാരണം 8:45 ആകാറാകുമ്പോഴത്തേക്കിനും സ്കൂൾ വണ്ടി വരുമല്ലോ. അപ്പോൾ 2 പേരെ ഒരുക്കി പറക്കി ഇറക്കണമെങ്കിൽ നമ്മളൊരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കിനും എണീക്കണം കേട്ടോ. പിന്നെ ഒരാൾക്ക് പോയാൽ മതിയായതുകൊണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റ പാടെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ച് അരി ഇട്ട് അത് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അതിനുശേഷം കുടിവെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോഴത്തേക്കിനും വെള്ളം ഒന്ന് ആറി കിട്ടുമല്ലോ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് ആറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നേരത്തെ വെള്ളം തിളപ്പിച്ച് വെച്ചത് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കടിഞ്ചായക്കുള്ള വെള്ളം അടുപ്പിലിട്ടു. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ച ബീൻസൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്, തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ ഏട്ടായിക്കും കൂടെ ഓട്ടോ ഉള്ള ദിവസമാണ്. അങ്ങനെ ഒരു 2 ആഴ്ച വീട്ടിൽ ഇരുന്നതിന് ശേഷം ഇന്നാണ് കേട്ടോ പണിക്കിറങ്ങുന്നത്. അപ്പം ഏട്ടായിക്ക് ഓട്ടോ ഉണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ബാക്കി കാര്യങ്ങളങ്ങ് ചെയ്യുകയാണ്. നമുക്കിനി പൊതിയൊക്കെ കെട്ടണമല്ലോ. അപ്പോൾ ബീൻസ് തോരനും വയ്ക്കാം. പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചാറുകറിക്ക് പറ്റിയതൊന്നും ഇന്ന് സത്യം പറഞ്ഞാൽ കിടപ്പില്ല. ഇന്നലെ കാര്യം തൈരൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. തൈര് കൊണ്ടുവന്ന പാടെ പിള്ളേർ രണ്ടും ഓരോ ഗ്ലാസ്സിലേക്ക് കുറച്ച് തൈര് ഒഴിക്കും, പഞ്ചസാരയിടും, കഴിക്കും. അത് തീരുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു കൂടി തൈര് ഇന്നലെ തന്നെ തീർത്തു കേട്ടോ. പിന്നെ ചക്കക്കുരു കാര്യം കുറച്ച് കിടപ്പുണ്ട്. പക്ഷേ അതിന് ചെറിയ നനവുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചിരകിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മീൻ വണ്ടി വരികയാണെങ്കിൽ മീൻ മേടിക്കാം, അല്ലെങ്കിൽ ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തു. കറിക്ക് മാത്രമല്ല, ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനും തേങ്ങ വേണമല്ലോ. പിന്നെ ചമ്മന്തിക്കും. അപ്പോൾ എല്ലാത്തിനോടുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങ് ചിരകി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ടു, മധുരമൊക്കെ ഇട്ട് ആ ഗ്ലാസ്സിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ചായ കൊടുത്ത് കിട്ടിയവനെ വിളിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ 4:30 അലാറമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പം 4:30 ആകുമ്പോൾ എണീറ്റ് കുളിച്ച് ഒരുങ്ങി പിറക്കിയൊക്കെ വരുമ്പോഴത്തേക്കിനും 5 മണി ആവുമല്ലോ. ആ സമയത്ത് പതുക്കെ പരിപാടികളിലേക്ക് കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അലാറം ഒന്നും അടിച്ചില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാൻ കണ്ണ് തുറന്നിങ്ങനെ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും 5 മണി. പിന്നെ ചാടി എണീറ്റ് കേട്ടോ. അങ്ങനെ കട്ടൻ ചായയൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പണികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം ബീൻസിനുള്ളത് വേഗം അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരകിയത്, പിന്നെ ഉള്ളി, മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പൊടി ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഈ വലിയ ഡപ്പയിലാണ് ഇട്ട് വെക്കുന്നത്. അതാകുമ്പോൾ സ്പേസും കിട്ടും, പിന്നെ അത് സുരക്ഷിതമായിട്ട് അതിനകത്തേക്ക് ഇരുന്നോളൂ. പിന്നെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അടുപ്പിൽ തീ കത്തിച്ച് ഏട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ. ഏട്ടയ്ക്കാണ് ഓരം വേദന, അവിടെ വേദന, ഇവിടെ എല്ലാം വേദനകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് ഈയിടെ ആയിട്ടെല്ലാം കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം വെച്ചു. ഞാൻ പിന്നെ ജലദോഷം വരുന്നവരെ പച്ചവെള്ളത്തിൽ കുളിക്കും. ജലദോഷം വന്നു കഴിയുമ്പോൾ മാത്രം ഞാൻ ചൂടുവെള്ളത്തിലേക്ക് മാറും കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുത്തു. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ പുത്തൻ ചട്ടിയാണ് കേട്ടോ. ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് മേടിച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ പ്രഷറും ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കിടപ്പായിരുന്നെന്ന്. ആ സമയത്ത് ഏട്ടൻ മേടിച്ചാണ് കേട്ടോ ഈ ചട്ടി. ഞാനും കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ നല്ല ഇവിടെ കുറേ വക്ക് പൊട്ടിയതും ചളിങ്ങിയതും ഒക്കെ കുറേ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൊടുത്ത് ആക്രിക്കാരന് കൊടുത്ത് അവിടുന്ന് കുറച്ച് പൈസ മേടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ചീറ്റിപ്പോയിട്ട് ആളിങ്ങനെ ചട്ടിയുടെ മറ്റേ കൈ പോയില്ലായിരുന്നു. അപ്പം അന്ന് പോലെ ഞാൻ പറയുന്ന കൈ പോയി എന്ന് കേട്ടോ. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഒരു ചട്ടി മേടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ചട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം എടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു ഇടത്തരം ചട്ടിയാണ് കേട്ടോ. ചട്ടി വാങ്ങിയ വിവരവും വാങ്ങാൻ പോകുന്ന വിവരവും ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പുകയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന മറ്റേ അഷ്ടഗന്ധമൊക്കെ പുകച്ചുകൊണ്ടിരുന്നൊരു മൺചട്ടിയല്ല ഇങ്ങനെ കൈപ്പിടിയുള്ള. അപ്പോൾ അതും പോയിരിക്കുകയായിരുന്നു. അത് പണ്ട് കുഞ്ഞാപ്പി തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞില്ലായിരുന്നോ. അതിൽ പിന്നെ നമ്മുടെ പുകയിടലൊക്കെ
ഇങ്ങനെ മുടങ്ങിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറ്റേ മൺചട്ടിക്കകത്ത് പുകയിടുമായിരുന്നു കേട്ടോ. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്, നമുക്കിങ്ങനെ എടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇതിനകത്തേക്ക് പുക ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ചട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ ചൂടായിട്ട് പിടിയില്ലാത്തതുകൊണ്ടേ കൊണ്ടടക്കാൻ പാടാണ്. മറ്റേതാണെങ്കിൽ ഇങ്ങനെ പിടി പിടിച്ച് നമുക്ക് ബെഡ്റൂമിൽ കൂടെയും കിച്ചണിൽ കൂടെയും ഒക്കെ കൊണ്ടുപോയി റൂമിലൊക്കെ നന്നായിട്ട് പുകയിടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പോയ പിന്നെ ഞാനിങ്ങനെ എന്നും ആലോചിക്കും കേട്ടോ, പോകുമ്പോൾ മേടിക്കണം എന്ന്. പക്ഷേ പേട്ടയ്ക്ക് പോയവരും ഞാൻ അറിഞ്ഞില്ല. പേട്ടയിലാണ് ഈ സാധനം ഉള്ളൂ കേട്ടോ. ഇന്നാളെ ഞാനൊരു തവണ പൂഞ്ഞാറ് പോയപ്പം ആ ഏരിയ മുഴുവൻ തപ്പിയായിരുന്നു, പക്ഷേ ആ സാധനം കിട്ടിയില്ല കേട്ടോ. ഇനി ഇറങ്ങുമ്പോൾ അതോടൊന്ന് മേടിക്കണം. അങ്ങനെ നമ്മുടെ പയറ് കൂട്ടാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചോറെടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വാർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. റൈസ് കുക്കർ വെച്ചിട്ട് അതേപടി എടുത്ത് വാർക്കാറില്ല, ഒന്നുകൂടെ തിളപ്പിക്കും. അപ്പം അതിൻ്റെ വിഴുക്കലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കഞ്ഞി ഊറ്റി കഴിയുമ്പോഴത്തേക്കിനും ചോറൊക്കെ ഇങ്ങനെ കുറച്ച് ജലാംശമുള്ള പോലെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ടേ കുളിച്ച് ആൾ റെഡിയായിട്ട് ജോലിക്ക് പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആളിനി ജോലിക്ക് പോകണം കേട്ടോ. അപ്പോഴത്തേക്കിനും സമയം ഏകദേശം 6 മണിയൊക്കെ ആയി. 5 മണിയായപ്പോൾ എണീറ്റ് കുളിച്ച് ഒരുങ്ങി കഞ്ഞിക്കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കിന് 6 മണിയായി കേട്ടോ. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം പരിപാടിയൊക്കെ തീർന്ന്. ഇനി ചെമ്മീൻ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി പൊതി കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതായിട്ട് ഓട്ടത്തിന് പോവുകയാണ്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ പണിക്ക് പോകുന്നത്. മഴ കാരണേ അടാപിടി മഴയായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടമൊക്കെ കുറവായിരുന്നു. 2 ദിവസമായിട്ട് നല്ല തെളിവായിരുന്നു കേട്ടോ. ഇന്നലെ ആണെങ്കിൽ വൈകിട്ടാണ് ചെറുതായിട്ട് മഴ തൂളി തുടങ്ങി. രാവിലെയൊക്കെ നല്ല തെളിവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ തുണി ഉണങ്ങാനുള്ളതെല്ലാം ഇങ്ങനെ വാടി കിടക്കായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഉണക്കി പിറക്കി മടക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നും കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. 2-3 ദിവസം മുന്നേ ഉള്ള തുണികളൊക്കെയാണ് ഇന്നലെ ഉണങ്ങി കിട്ടിയത്. അപ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഇന്ന് വേണം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തു. ചോറൊക്കെ നമ്മൾ ഊറ്റിയിട്ടുണ്ട്. നമ്മുടെ പയർ കൂട്ടാനും ആയിട്ടുണ്ട്. ഇനിയിപ്പം കാപ്പിക്ക് ഉണ്ടാക്കണം. ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ രാവിലെ തന്നെ ചിരകി വെച്ചല്ലോ. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്നും ഇട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചില സമയത്ത് ഓരോ രീതിയാണ്. അതാണ് അതിൻ്റെ ശരിയായ കാര്യം കേട്ടോ. നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് ചില സമയത്ത് വെക്കും. ചില സമയത്ത് വെറുതെ ഒന്നും ഇടാതെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കും. ചില സമയത്ത് തേങ്ങ ഇടും. ഇന്നിപ്പോൾ തേങ്ങ ഇട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചെന്നു വെച്ചാൽ ഇതിന് സൈഡായിട്ട് കഴിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ പഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ കുറച്ചിടുവാണെങ്കിൽ നമുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, മുളകും, ഇഞ്ചിയും, കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ റവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം റവ വറക്കൊന്നും വേണ്ട, കാരണം റോസ്റ്റഡ് റവയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ ലൂസായിട്ട് മേടിക്കുമ്പോഴത്തേക്കിനും വറുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ അടപ്പരുവത്തിയിരിക്കും കേട്ടോ. ഞാൻ പണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ച സമയത്ത് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാ ലൂസ് റവ കൊണ്ടുവന്ന് ഒരു തവണ ഉപ്പുമാവ് ഉണ്ടാക്കി മൊത്തത്തിലെല്ലാം കൂടെ ഒരു ഒറ്റക്കെട്ടായിട്ടങ്ങ് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാലും കുറച്ച് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്ന അബിക്ക് കഴിപ്പിച്ചിട്ട് വിടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കും. ഉപ്പുമാവൊക്കെ ഒരു ഇച്ചിരിയൊക്കെ നുള്ളി പറക്കി കഴിക്കുമെന്നുള്ളൂ, ശരിക്കും വയറ് നിറഞ്ഞങ്ങ് പോകത്തില്ല കേട്ടോ. അപ്പം പിള്ളേരല്ലേ, അപ്പം 10:30-11 ആകുമ്പോഴത്തേക്കിനും പതുക്കെ വിശക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചോറ് കൊടുക്കുകയാണെങ്കിൽ 12 മണി വരെ വിശപ്പുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കൊടുത്തു വിടുന്നതാണ് എനിക്കൊരു സമാധാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറാണ് കൊടുത്തു വിടുന്നത്. ഇതിപ്പോൾ കുഞ്ഞാപ്പിക്കും എനിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ അതനുസരിച്ചുള്ള എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വൈകിട്ട് 4 മണിക്ക് അപ്പോൾ ഈ സ്കൂൾ വിട്ട് വരുമ്പോഴും കുറച്ച് കൊടുക്കാം. ഏട്ടയ്ക്ക് പിന്നെ കാപ്പിയുടെ ആവശ്യമില്ലായിരുന്നു, ആൾ നേരത്തെ പോയല്ലോ ഓട്ടത്തിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാപ്പിയൊക്കെ ആയപ്പോഴത്തേക്കിനും അബി ഏറ്റു വന്നു. പിന്നെ അബീനെ പല്ലൊക്കെ തേപ്പിച്ചു, ഒരു ചായയൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ എണീറ്റപ്പം ഒരു കുത്തി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കേട്ടോ ആൾ നേറ്റ് വരുന്നത്. പിള്ളേർ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ എണീക്കാൻ മടിയല്ലേ, നല്ല തണുത്ത അന്തരീക്ഷം, പിന്നെ നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ തന്നെ ഒരു സുഖമല്ലേ. അങ്ങനെ അബി സമാധാനപ്പെട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, TV ഒക്കെ കണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ചോറൊക്കെ കൊടുക്കും. അപ്പം ഇനി നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അബിക്ക് കുളിക്കാൻ ഏട്ടായിയുടെ വെള്ളം എടുത്തു കഴിഞ്ഞപ്പം അതിനകത്തേക്ക് വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റിയിട്ട് ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് നമ്മുടെ ചെമ്മീനും 2 വറ്റൽമുളകും കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങായും ഉപ്പുകൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കൊക്കെ പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പതുക്കെ കുഞ്ഞാപ്പി എണീറ്റ് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെയും കുറച്ച് പോകും കേട്ടോ, പല്ലൊക്കെ തേപ്പിക്കാനും
പിന്നെ രാവിലെ ഏറ്റു വരുമ്പോൾ കുഞ്ഞാപ്പിക്ക് കുറച്ച് നേരം ഒരു ചിത്താന്താണ്. നമ്മൾ എടുത്തോണ്ടൊക്കെ നടക്കണം, നിലത്ത് നിൽക്കൂല, കാലിന് വേനയൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാട്ടിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവിടെ പോയി പിന്നെ ഞാൻ സ്പീഡപ്പായിട്ട് കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി പരുവത്തിലാണ് ഇരിക്കുന്നത്, കുഴച്ചുരുട്ടിയ രീതിയിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും ഓക്കെ ചോറായി, ചോറ് തട നിവർത്തു, കാപ്പിയായി. അങ്ങനെ നമ്മുടെ പൊതുക്കി കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി അബിയുടെ കാര്യങ്ങളിലേക്ക് പതുക്കെ കിടക്കണം. അബിക്ക് ചോറൂടെ കൊടുത്തിട്ട് പതുക്കെ കുളിപ്പിക്കണം. അപ്പോൾ ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പൊക്കെ തൂകി, പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും കുറച്ച് ബീൻസ് തോരനും ഒക്കെ എടുത്തിട്ടുണ്ട്. അബിക്ക് കൊടുക്കുന്ന കൂടത്തിൽ തന്നെ കുഞ്ഞാപ്പിക്കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രണ്ടുപേരെയും പിടിച്ചിരുത്തി രാവിലെ തന്നെ ചോറ് കൊടുക്കുകയാണ്. ചോറിങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കൊടുക്കുന്നത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ രാവിലെ ചോറൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ തരുന്നത്. ചോറുണ്ടിട്ട് പോയാലായിരുന്നു സമാധാനം. അല്ലെങ്കിൽ എനിക്ക് ഉച്ചയൊക്കെ ആകുന്നതിന് ഇപ്പറേ വിശക്കും, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിപ്പം നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടാണോ ഒന്നും പറ്റാത്തതെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പൊതിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് എടുത്തിട്ടുണ്ട്. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൂടെ കൊടുത്തു കേട്ടോ. ചോറുണ്ടെന്നതിൻ്റെ അതേ എഫക്റ്റ് ഉണ്ട് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചാലെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അങ്ങനെ പൊതിയൊക്കെ വേഗം റെഡിയാക്കി ഇനിയിപ്പോൾ കുളിപ്പിക്കാണ് കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം ബക്കറ്റിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അബീനെയും കുളിപ്പിച്ചു, ഒപ്പം തന്നെ കുഞ്ഞാപ്പിനെയും കുളിപ്പിച്ച്. എന്തായാലും കുഞ്ഞാപ്പി 10-15 ദിവസമോടെ കഴിയുമ്പോഴത്തേക്കിനും സ്കൂളിൽ പോകണമെങ്കിൽ ഇതേ ഒപ്പം ഒരുങ്ങുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതേ പാറ്റേണിലങ്ങ് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ചു. രാവിലെ തന്നെ യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് ഒരുക്കാണ്. സ്കൂളൊക്കെ തുറന്നെങ്കിലും 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകമൊക്കെ കൊടുത്തു വിട്ടാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ. സ്ലേറ്റും പെൻസിലും മാത്രം കൊടുത്തു വിട്ടാൽ മതി. പിന്നെ കുടയിലും ബാഗിലും ഒക്കെ എഴുതി ഒട്ടിച്ച് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ അതൊന്ന് എഴുതി ഒട്ടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ മൊത്തം തപ്പിയിട്ടും എൻ്റെ പേന കാണുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് വേണം എഴുതി ഒട്ടിക്കാൻ. പിന്നെ മാറിപ്പോകത്തൊന്നുമില്ല, കാരണം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടപ്പും കളറും ഒക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു 8:45 ആയപ്പോഴത്തേക്കിനും സ്കൂൾ വണ്ടി കാത്ത് റോട്ടിലിറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് സ്കൂൾ വണ്ടി കുറച്ച് കഴിഞ്ഞിട്ടും കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ആ ചേട്ടനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. ആ ചേട്ടൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. സാധാരണ കാണാതെ വന്നിട്ടുണ്ട്, ഓണടിക്കുന്നതാണ്. ഇന്ന് ഓണടി കേട്ടുമില്ല. പിന്നെ ഞാനും അത്ര ശ്രദ്ധിച്ചില്ല. ഇനി അത് നമ്മൾ ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവിടെ വരുമ്പോൾ ഓണടിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മളിനി സ്കൂളിൽ കൊണ്ട് ആക്കാനായിട്ട് പോവുകയാണ്. രാവിലെ എണീറ്റ് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വണ്ടി വിളിച്ച് പോയാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അബീനെ കൊണ്ടാക്കേണ്ട സാഹചര്യം വന്നു കേട്ടോ. പിന്നെ നമ്മൾ അബീനെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ട് അതേ ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ച് വന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം മിറ്റടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ ആയിട്ടപ്പോൾ ഞാൻ മിറ്റടിക്കണം എന്നൊക്കെ ഓർത്തതാണ്. കുളിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മിറ്റം അടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൂടെ കഴിഞ്ഞ് വരുമ്പം സമയം പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ മിറ്റമൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ചെന്നിട്ട് വേണം തുണിയൊക്കെ എടുത്ത് വെയിലത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേ ഓട്ടോറിക്ഷയിൽ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലെത്തി. ഏകദേശം 9 മണിയൊക്കെ ആകുന്നുള്ളൂ. 10 മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ കൃത്യം വീടെത്തിയപ്പോഴത്തേക്കിനും വെള്ളം വന്നു കേട്ടോ. പിന്നെ വെള്ളം എല്ലാം ടാങ്കിലേക്കെല്ലാം പിടിച്ചിട്ടു. അതിന് ശേഷം കഴുകിയ തുണികളൊക്കെ കുറച്ചുണ്ടായിരുന്നു, ഡ്രയറിലിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് പെട്ടെന്നുള്ള വെയിലത്ത് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അടുത്ത സെക്ഷൻ കഴുകാനും ഇട്ടു കേട്ടോ. അപ്പം ഇനി തുണിയെല്ലാം ഒന്ന് വിരിച്ചിടലാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. ഡ്രയറിൽ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. 2 വെയിൽ നന്നായിട്ട് കിട്ടിയാൽ മതി. പിന്നെ ഒരു ജീൻസ് ഉണ്ട്, അത് ഉണങ്ങാൻ താമസിക്കും എന്തായാലും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് മുറ്റം അടിക്കുകയാണ്. ആദ്യമേ ഈ റോഡിൻ്റെ സൈഡ് മൊത്തം അടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് തന്നെ ചിരിച്ചുകൊണ്ടൊക്കെ മിറ്റടിക്കുന്നത് എന്താണെന്ന് വിചാരിക്കില്ല. അപ്പുറം അഞ്ജലി ഉണ്ട്, അപ്പോൾ അഞ്ജലിയോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് മിറ്റടിക്കുന്നതാണ്. കുറേ ദിവസം ഇങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറക്കില്ലായിരുന്നു മഴ സമയത്തെ. ഇന്നൊക്കെയാണ് പുറത്തോട്ട് ഇറങ്ങുന്നതും വർത്താനൊക്കെ പറഞ്ഞ് മിറ്റടിക്കാൻ അവസരം കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ മഴയില്ലാതെ എന്ന സമയത്ത് വെളുപ്പിനെ ഒരുമിച്ച് മിറ്റമൊക്കെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാനും അടിക്കും, ഒരു സൈഡ് അഞ്ജലി അടിക്കുകയും ചെയ്യും കേട്ടോ.
അങ്ങനെ റോഡിൻ്റെ വശമെല്ലാം അടിച്ചിട്ട് വന്ന് നമ്മുടെ ഫ്രണ്ട് വശം അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരു മാങ്ങാപ്പഴം വീണു കേട്ടോ, നമ്മുടെ പാത്തേൽ തന്നെ. പക്ഷെ അതങ്ങ് താഴെയിട്ടാണ് വീണത്, ഉരുണ്ടങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അവന് ഞാൻ കുഞ്ഞാപ്പീനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ താഴെ പോയി അത് തപ്പി എടുത്തോണ്ട് വന്നു കേട്ടോ. ഭാഗ്യത്തിന് പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നു, പൊട്ടിയിട്ടുമില്ല ചളിങ്ങിയിട്ടുമില്ല, ഒരു പോറൽ പോലും പറ്റാതെ കിട്ടിയിട്ടോ. അപ്പോൾ കയ്യോടെ അത് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു പൂളി എടുക്കുന്നുണ്ട്. ഒരു പീസ് കുഞ്ഞാപ്പിക്കും കൊടുത്തു, ഒരു ചെറിയ പീസ് ഞാനും എടുത്തു കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഏട്ടായിക്കും ഒരു കഷ്ണം അബിക്കും എടുത്ത് മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ മാത്തേലെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണമല്ലോ. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ സ്വന്തം മാവേലുണ്ടായതാകുമ്പോഴത്തേക്കിനും ഒരു സ്പെഷ്യലല്ലേ. അങ്ങനെ ഒരു പീസ് മാമ്പഴമൊക്കെ തിന്നിട്ട് കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് രാവിലെ ചോറ് കൊടുത്തോണ്ട് പിന്നെ കുഞ്ഞാപ്പി കഴിക്കാനൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഉപ്പുമാവും ചായ എടുത്തോണ്ട് നിന്നിരുന്ന കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ പിന്നെ കാപ്പിയോടെയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സൊറ പറഞ്ഞ് ഞാനും കുഞ്ഞാപ്പിയും കൂടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ച് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ച് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും 10 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്നെ എണീറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞാപ്പിക്ക് ഉറക്കം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഉറക്കം വന്ന് പിന്നെ ഞാൻ കുഞ്ഞാപ്പീനെ കിടത്തി ഉറക്കി ഫാനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. കൊതുകിൻ്റെ ശല്യം കാരണമാണ് കേട്ടോ. നല്ല തണുപ്പ് ആവശ്യത്തിനുണ്ട്, പക്ഷേ ഭയങ്കര കൊതുകാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഫാനൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനുശേഷം വന്നിട്ട് കാപ്പി കുടിച്ച പാത്രവും എല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് തൂത്ത് അടുക്കി പറക്കി എന്ന് വെച്ചു കേട്ടോ. കിച്ചണിൽ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കഴിഞ്ഞ് കിച്ചണും ക്ലോസ് ചെയ്തു. പിന്നെ പെരക്കാവൊക്കെ ഒന്ന് തൂത്ത് പറക്കിയിട്ട് അധികം അടിച്ചു വാരാനൊന്നുമില്ല കേട്ടോ. കിടക്കുന്നതിന് ഇപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ കേൾക്കുമ്പോൾ അധികം അങ്ങനെ തൂക്കാനൊന്നുമില്ല, എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലത്തെ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാലോ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് അന്തരീക്ഷമൊക്കെ ആകെ പട മാറിയിട്ടോ. മൊത്തത്തിൽ വെയിലൊക്കെ മാറി ഇരുണ്ടുകൂടി ഷടപടയുന്നത് ആ മഴയും വന്ന് വീണു. പിന്നെ തുണിയൊക്കെ ഓടിപ്പോയി ഞാൻ പറക്കി എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ബർത്തേൽ. അങ്ങനെ പിന്നെ പകുതി ഉണങ്ങി കിട്ടിയതായതുകൊണ്ട് ഞാൻ സമാധാനിച്ച് കേട്ടോ. ഇനിയിപ്പോൾ 2 കാറ്റടിയും കൂടെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് വന്ന് മുടിയൊക്കെ ഒന്ന് അഴിച്ച് കോതിയൊക്കെ ഒന്ന് വിടർത്തി തലയിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. മുടിയൊക്കെ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയില്ല, അന്ന് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞാണ് കേട്ടോ. പിന്നെ ചെക്ക് ചെയ്യാനും പോകാനൊത്തില്ല, ഒന്നും നടപടിയായില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്നാൾ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടോ ചേച്ചി, എന്താണ് ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലും തരാനുണ്ടോ എന്നൊക്കെ. ഞാൻ ഇപ്പം മെയിനായിട്ടൊക്കെ ചെയ്യുന്നത് ഉലുവ വെള്ളത്തിട്ടിട്ട് അരച്ച ഒന്നരാടം വെച്ചിട്ട് തേക്കുക, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്, അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ മുടി കൊഴിച്ചിൽ വൈറ്റമിൻ ഡിയുടെയോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. വേറെ താരന കാര്യങ്ങളൊന്നും തലയിലില്ല. ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കാച്ചെണ്ണ തന്നെ വെക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എപ്പോഴേലും ഒന്ന് ഡോക്ടറെ കണ്ട് വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇനി ശക്തമായിട്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ തകർത്ത് മഴ പെയ്തുകൊണ്ട് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഒന്നിറങ്ങി അലാറമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അബി വരുന്നൊരു സമയം കണ്ടൊരു 3:30 അലാറം വെച്ചു. ആ സമയമായപ്പോഴാണ് കേട്ടോ എണീറ്റ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ലാവത്ത് അഴിച്ചു വിട്ട കോഴിയെപ്പോലെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ചോറെടുത്ത് ചോറുണ്ട് കൂട്ടാ, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇന്നലത്തെ കൂട്ട് കുറച്ച് പയർ കൂട്ടാൻ ഇരിപ്പുണ്ടല്ലോ എന്ന്, അത് പിന്നെ ഞാൻ കളയാതെ അങ്ങ് എടുത്താണ് കേട്ടോ. പിന്നെ ചെമ്മീൻ ചമ്മന്തി പിള്ളേർക്ക് വെച്ചു, അവർക്കത് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അബിയുടെ സ്കൂൾ വണ്ടി വന്നു. അബി വന്നു കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് എടുത്തപ്പോൾ തന്നെ ആൾ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത്. ഉറക്കം വന്ന് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്ന കണ്ടീഷനായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കാറുണ്ട്, അതിന് ശേഷമാണ് കാപ്പിക്കുടി പരിപാടിയൊക്കെ. ഇന്നിപ്പം ഉറങ്ങിക്കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ മാറി രാവിലത്തെ കൂട്ടി ഒരു കഷ്ണം മാങ്ങാപ്പഴവും പിന്നെ ഒരു പപ്പടവടയുടെ പകുതിയൊക്കെ കഴിച്ചിട്ട് അബി കിടന്ന് ഉറങ്ങി കേട്ടോ. അബി വന്ന ഒച്ചയും ബഹളം കേട്ടാണ് കുഞ്ഞാപ്പി എണീറ്റ് വന്നത്. കുഞ്ഞാപ്പി പിന്നെ അതിൽ ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടത്തെ പരിപാടികളൂടെ ഓരോന്നോരോന്ന് ചെയ്യുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ട് കഞ്ഞിയും കറി ഒന്നും വെക്കാനില്ല, രാവിലത്തെ കൂട്ടി ചോറ് ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ അല്ലേ,
തണുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടിപ്പൂനുള്ള ചോറ് വെക്കണം. അത് പിന്നെ കുക്കറിനകത്തോട്ടിട്ട് 2-3 വിസിലടിപ്പിച്ച് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അവന് കൊടുത്താൽ അവൻ്റെ പരിപാടിയും കഴിയും കേട്ടോ. അങ്ങനെ ഇതാ വൈകിട്ടത്തെ മിറ്റവടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിളക്ക് വെക്കാറായപ്പോഴത്തേക്കിനും വേഗം പോയി മുറ്റമൊക്കെ അടിച്ചു. പിന്നെ എന്നത്തെയും പോലെ തിണ്ണയും പെരക്കാകും എല്ലാം ഒന്ന് അടിച്ചു വാരി പിന്നെ ഒന്ന് തുടച്ചുകൂടി ഇട്ടു കേട്ടോ. തിണ്ണ മഴ പെയ്താൽ എപ്പോഴും തുടയ്ക്കേണ്ട അവസ്ഥയാണ്. കാരണം ഊതാന അടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് കിടക്കും കേട്ടോ. അങ്ങനെ ഇതാ പെരയെല്ലാം അടിച്ചു തുടച്ചു. ഇനിയിപ്പം വേഗം ഒന്ന് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം വിളക്കൊന്ന് തുടയ്ക്കാൻ. ഞാൻ രാവിലെ ഓർത്ത് വെച്ചതാണ് കേട്ടോ. അത് ശരിക്കും ഞാൻ തേച്ചരച്ച് കഴുകി. പക്ഷേ എന്നത്തെയും പോലെ അങ്ങ് ഇരുന്ന് നന്നായിട്ട് വെളുപ്പിക്കാനൊന്നും നിന്നില്ല. കുറച്ച് സോപ്പ് പൊടിയും ചാരവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോപ്പും കൂട്ടി നന്നായിട്ട് ഉരച്ച് കഴുകി ഇങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പഴയ വിളക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ അത് അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് പണിതില്ലാത്തതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് വെളുത്ത് വരാത്തത് കേട്ടോ. പിന്നെ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു മാനദണ്ഡം. കളർ ഇച്ചിരി കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വിളക്കൊക്കെ തേച്ച് തുടച്ച് കൊണ്ടുവന്നു, കുളിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വിളക്ക് വഴി പ്രാർത്ഥനയുടെ സമയമാണ് കേട്ടോ. അങ്ങനെ പിന്നെ തിണ്ണയിലെയും പുറത്തൊക്കെ ലൈറ്റൊക്കെ ഇടാനുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം വന്നിട്ട് വിളക്കൊക്കെ വെച്ചു. പിന്നെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയം. അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. 1/2-3 മണിക്കൂർ എടുക്കും. ആ സമയത്ത് പിന്നെ നമ്മൾ ടി വിയിൽ ഭക്തിഗാനമൊക്കെ ഒന്ന് വെക്കും കേട്ടോ. നേരത്തെ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നപ്പോഴത്തേക്കിനും വിളക്ക് വഴി പ്രാർത്ഥനയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിലും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമം, ഹരിനാമ കീർത്തനം, പിന്നെ നമ്മുടെ അങ്ങനെയുള്ള ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെക്കും കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങനെ ഇരിക്കും അതൊക്കെ കേട്ട് ആസ്വദിച്ച്. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണല്ലോ കിട്ടുന്നത് അന്നേരം. അപ്പോൾ ഒരാളതിൽ കണ്ണൊക്കെ വരച്ച് പോകുന്ന ഒരാളൊക്കെ ഉണ്ടോ, അഞ്ജലിയുടെ പൂച്ചയാണ് കേട്ടോ. ചില സമയത്ത് കണ്ണും വരച്ച് പൊട്ടൊക്കെ തൊട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ പിന്നെ വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കിനും അടുത്ത സെക്ഷൻ മഴയിങ്ങ് വന്ന് വീണ് കേട്ടോ. നല്ല മഴയായിരുന്നു, തകർത്ത് പെയ്യായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ടിപ്പൂനുള്ള ചോറ് അടുപ്പയിലേക്ക് ഇട്ടേക്കാം. ഏട്ടായി വരുമ്പോൾ എന്തായാലും നനഞ്ഞു കുളിച്ചായിരിക്കും വരുന്നത്. അപ്പം വന്നു കഴിയുമ്പോഴത്തേക്കിനും കുളിക്കുന്നതിന് മുന്നേ അവനുള്ള ചോറങ്ങ് കൊടുക്കാമല്ലോ, പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വന്നിട്ട് ടിപ്പുവിനുള്ള ചോറും കുക്കറിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി, നമ്മുടെ കഞ്ഞി ഒന്ന് തികത്തി ഊറ്റി. പിന്നെ കുടിവെള്ളം രാവിലത്തേത് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുടിവെള്ളവും കൂടെ വെച്ചു. പിന്നെ പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് ആക്കി കേട്ടോ. വേഗം നോക്കിയിരിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ വെള്ളമായി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടാ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നനഞ്ഞ് കുളിച്ച് വന്നു കേട്ടോ. ചേട്ടായി വന്ന് കയറിയപ്പോഴത്തേക്കിനും മഴയൊന്ന് ശാന്തമായിരുന്നു. വരുന്ന സമയത്ത് മൊത്തം മഴയായിരുന്നു. പിന്നെ കോട്ടുള്ളതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ നനഞ്ഞെന്ന് പറയത്തില്ല, കാലും കൈയൊക്കെ നനഞ്ഞെന്നേ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടായിക്ക് കുളിക്കാനും എന്നത്തെയും പോലെ വീണ്ടും അടുപ്പിൽ തീ കത്തിച്ചു, കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു, അപ്പോൾ അത് നനവുണ്ടെന്ന്. അത് ഞാൻ പിന്നെ അടുപ്പം പാത്രത്തിലേക്ക് എടുത്ത് അങ്ങനെ നിരത്തിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂടടിച്ച് പെട്ടെന്നൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുളിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ കഞ്ഞിയൊക്കെ വാർത്ത് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വാർത്ത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഏട്ടാ കുളിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഈ കുളി ഒരു 3/4 മണിക്കൂർ എടുക്കൂട്ട് ആൾ കുളിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് ഞാൻ പിള്ളേർക്ക് വേഗം ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം മഴയും ഇടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കറണ്ട് പോയാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് തിരിയാണെങ്കിൽ ഉള്ളത് മുഴുവൻ കുഞ്ഞാപ്പി ഒടിച്ചൊടിച്ച് കളയുകയും ചെയ്തു കേട്ടോ. ഇനി ആകെ 2 തിരിയുണ്ട്, അത് ഞാൻ എടുത്ത് പാകത്ത് വെച്ചിരിക്കുകയാണ്, കണ്ണ് പറ്റാതെ കേട്ടോ. ആ 2 തിരിയും കൊണ്ട് ഓടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച്. 2 പേർക്കും ബീൻസ് തോരൻ വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, മീൻ വണ്ടി നോക്കിയിരുന്ന് മീൻ കിട്ടിയില്ല കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അതുപോലൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചട്ടി മേടിച്ച് കൊടുത്തില്ല, ചപ്പാത്തിയുടെ നമ്മളെ പരത്തുന്ന സാധനമില്ലേ, പരത്തുന്ന കമ്പ്, അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതായിട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, ടിപ്പൂനും ചോറൊക്കെ കൊടുത്തു.
അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പം ഞാനൂടെ ഉള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് കീന കയറിയിട്ടോ. ചില സമയത്തൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു തരത്തിൽ നിന്നും ഇരുന്നൊക്കെ ഭക്ഷണം ഒന്ന് കഴിച്ച് ചോറും ഉണ്ടു. പിന്നെ ഓടി വന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച്. കുഞ്ഞാപ്പിക്ക് ഇന്ന് എന്തോ കീനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്താണ് പാത്രം കഴുകാതെ പോയി കിടന്നാലോ അവനെയും പിടിച്ച് കിടത്തി ഉറക്കാമെന്ന് കേട്ടോ. പിന്നെ ഓർത്തു എല്ലാം അളിച്ച് പിളിച്ചിട്ടാൽ രാവിലെ ഇനിയിപ്പം അവയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഏറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര പാടായിരിക്കും എല്ലാം ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം ഒതുക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്കിനും ചടപടാൻ നമ്മൾ പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി പിന്നെ എന്നത്തെയും പോലെ പെരക്കാവൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ നാളെ കഞ്ഞിക്കുള്ള വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ട് അപ്പോൾ കിടക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.